ഇപ്പൊ ആ കുട്ടിയുടെ +2 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. 4 A+ഉം പിന്നെ ബാക്കി എയും ആണെന്നാണ് റിസൾട്ട് എന്നാണ് ഇപ്പൊ അറിഞ്ഞത്. ആ കുട്ടി എന്തായാലും +2 പാസ്സായി എന്ന് പറഞ്ഞിട്ട് താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഈ ഒറ്റപ്പെടൽ എന്നാൽ എത്ര വേദനാജനകമാണ് എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഇത് ഞാൻ എന്താ പറയുക, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഹോസ്പിറ്റലിൽ അമ്മേനോടൊപ്പം ഹോസ്പിറ്റലാണെന്ന്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. കാണാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അമ്മയ്ക്ക് BP കൂടിയിട്ട് സ്ട്രോക്ക് വന്നിട്ട്, അതായത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒരു സൈഡ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഇന്ന് 20 ദിവസമായി. ഇന്നാണ് അമ്മയ്ക്ക് ഡിസ്ചാർജ്. അപ്പോൾ ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചൊരു കുട്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ആദ്യം പറയാം. ഒരു എന്താ പറയുക, മനോരമയിലൊക്കെ നമ്മൾ ചിത്രം വരയ്ക്കില്ലേ, കണ്ടിട്ടുണ്ടാവും ഈ നോവലിലൊക്കെ, അതുപോലെ തന്നെ നല്ല സുന്ദരിയായ പെൺകുട്ടി, കണ്ണുകൊണ്ട് കഥ പറയുക എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ളൊരു പെൺകുട്ടി. കാണാൻ നല്ല തക്കാളിപ്പഴത്തിൻ്റെ കളർ എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാലും ആ കുട്ടി അവിടെ മേക്കപ്പ് ചെയ്യണതോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. കൗമാരത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി, 17 വയസ്സ് കഴിഞ്ഞ് 18ലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അത്രയേ ആയിട്ടുള്ള ആ കുട്ടിക്ക് പ്രായം. കാണാൻ ഒരു വടിവൊത്ത ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ കുട്ടി നിൽക്കുന്നത് വന്നിട്ട് അമ്മനെ നോക്കാനായിട്ടാണ്. എൻ്റെ അമ്മനെ അഡ്മിറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് ഞാൻ അവിടെ പോണ സമയത്ത് ആ കുട്ടിയുടെ അമ്മ നമ്മൾ ഈ തീവണ്ടിയിലൊക്കെ കുട്ടികളെ ചെറുതായിട്ട് ഇങ്ങനെ ചുക്ക് വേണ്ടെങ്കിൽ കളിക്കില്ല, ഇങ്ങനെ ഓരോരാളായിട്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അതുപോലെ ആ അമ്മ ആദ്യം പോകുന്നുണ്ട്. അതിൻ്റെ പുറകെ അവിടെയുള്ള കുറേ കുട്ടികളുണ്ട്. ഒരു ഫാമിലി പോലെയാണ് അവർ അവിടെ ഇരുന്നിട്ടായിരുന്നത്. അപ്പം ഇങ്ങനെ കുറേ കുട്ടികൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ചുക്ക് വണ്ടി ഇങ്ങനെ പോണ വണ്ടി സ്ഥലമെത്തി എവിടെ ഇറങ്ങാൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ കളിക്കണമെന്ന്. പിന്നെ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയല്ലേ, അപ്പം അവർക്ക് ഒരിത് വേണ്ട, അതുകൊണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഇവരെല്ലാവരോടും ഭയങ്കര സ്നേഹം. ആ കുട്ടിയാണെങ്കിൽ പോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കണോ, വർത്താനം പറയണോ, അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹം. എന്നെ കൊണ്ട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരം മാത്രമല്ലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് അധികം വലിയ അടുക്കാനൊന്നും പോയില്ല. അങ്ങനെ ഇത്ര ഞങ്ങൾ പോയിട്ട് ഇനി 20 ദിവസമാണെങ്കിൽ ആ കുട്ടി ഡിസ്ചാർജ് ആയിട്ട് എനിക്ക് ഒരു 4-5 ദിവസം ആയിട്ടേ ഉള്ളൂ. ആ കുട്ടി 10ാം ക്ലാസ്സിൽ A+ഓടുകൂടി ഫുൾ A+ഓടുകൂടി പാസ്സായതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ +2 റിസൾട്ട്. ഇവർക്കാണെങ്കിൽ ഡിസ്ചാർജ് കൊടുത്തിട്ട് കുറേ ദിവസമായി. ഇവർ പോകുന്നില്ല, അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് പോകുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഡിസ്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും വയ്യാതാവും. എപ്പോഴും ഡിസ്ചാർജ് ചെയ്യും, വയ്യാതാവും. അപ്പോൾ ഇവർക്ക് തന്നെ എന്താണ്, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. എൻ്റെ അമ്മയ്ക്കൊക്കെ മടുത്തിട്ടാണ് വിളിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട. എന്തായിരിക്കും ഇങ്ങനെ, അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകണ്ടെന്ന്. പിന്നെ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. നമ്മുടെ ആരുമല്ല. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കണ്ട പരിചയമില്ലേ, അപ്പം നമ്മളിങ്ങനെ വലിയതായിട്ട് വർത്താനൊന്നും പറയാൻ പോകില്ല. അങ്ങനെ കണ്ട് സിമ്പിളായിട്ട് അത് വിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഒരു ദിവസം ഇവർ പറഞ്ഞു ഞങ്ങൾ നാളെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറേ ദിവസം ഞങ്ങൾ പോയി ഒരു 10-15 ദിവസം കഴിഞ്ഞ ശേഷമാണ് അവർ പോണത്. അപ്പോൾ അത്രയും ദിവസം പരിചയമായല്ലോ, അപ്പോൾ കണ്ടിട്ടാണെങ്കിലും വർത്താനം പറഞ്ഞ് പരിചയമില്ല. അപ്പോൾ അവരോട് നാളെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരി, എന്താണ് പോവുകയാണല്ലേ, നാളെ പോവില്ല നിങ്ങൾ വരുമ്പോൾ എന്താ. അപ്പോൾ ആദ്യമായിട്ട് ആ കുട്ടീനോട് ഞാൻ എന്താ അന്ന് പേര് ചോദിച്ചു. കാരണം അവർ അത്രയും എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പിന്നെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഹോസ്പിറ്റലല്ലേ, എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. പിറ്റേ ദിവസം ഞാൻ അന്ന് വൈകുന്നേരം പോകും പറഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ തിരിച്ച് അമ്മനോട് പോയ സമയത്ത് അവർ പോയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, യാത്രയൊക്കെ പറഞ്ഞ് പോയ ആൾക്കാരാണ്, എന്നിട്ട് എന്ത് പറ്റി പോയില്ലേ ചോദിച്ചപ്പോൾ ഇല്ല, ഈ അമ്മ കാരണം പോയില്ല പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോവാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനും വിചാരിച്ചു. പിന്നെ ഡോക്ടർമാരും അവരോട് നിർബന്ധിച്ച് പോവാൻ പറയുന്നുമില്ല. 33 ദിവസം ആയി വന്നിട്ട് ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങൾ പോവാത്തത്, നിങ്ങൾക്ക് ഡിസ്ചാർജ് വേണ്ടേ, നിങ്ങൾ പോകണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആ കുട്ടി അന്ന് എന്നെ കൊണ്ട് ഒരു മാറ്റം ചിരിച്ചിട്ട് പോയി. അപ്പോൾ അവർ അന്ന് ഡിസ്ചാർജ് എന്തായാലും പോകണം, ഡോക്ടർമാർ നിർബന്ധം പറഞ്ഞിട്ട് പോയേ പറ്റുള്ളൂ, ഇന്ന് പോകണം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവർ വന്നിട്ട് തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പോയിട്ട് അവരുടെ ആ ഉമ്മയുണ്ടല്ലോ, മകളല്ല, ഉമ്മ പോയി കിടന്നപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ആ ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ നോക്കാനാണ് ഡോക്ടർ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ശരി, ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവരെന്ത് ചെയ്യുന്ന ഡോക്ടർ എന്നെ ഒന്നും പറയില്ല പറഞ്ഞു. ഡോക്ടർ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് മാത്രമല്ല, ബെഡിൽ നിന്ന് ഉരുണ്ട് താഴെ വീണു.
താഴെ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഉരുണ്ട് വീണു. കുറച്ച് നമ്മൾ വിചാരിച്ചു താനെ ഉരുണ്ട് വീണതല്ലേ ഇവർ എണിക്കായിരിക്കും, നോക്കുമ്പോൾ എണിക്കണേ ഇല്ലാണ്ടായപ്പോ രോഗികളുടെ കൂടെ എല്ലാം നിൽക്കുന്നത് ഇപ്പൊ എന്നെപ്പോ ഞാനാണ് അതിനെ കൂട്ടത്തിലുള്ളതിൽ ഇത്തിരി ചെറുത് തോന്നുന്നു ഞാനാണ്. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യത്തിന് പ്രായമായവര്, പിന്നെ വേറൊരു പെൺകുട്ടിയും കൂടി നിൽക്കുന്നുണ്ട്, പിന്നെ ഈ കുട്ടിയും. അങ്ങനെയാണ് 3 പേര്. ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ബെഡിൽ കിടത്തിയാൽ പൊക്കാനുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. ഒരു 10-80 കിലോ വെയിറ്റെങ്കിലും ഉണ്ടാവും ആ അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പൊന്നിച്ചിട്ട് പൊത്തുന്നതുമില്ല, വെള്ളം തെളിച്ചിട്ടും എണിക്കുന്നില്ല, എന്തെന്ത് ചെയ്താലും എണിക്കുന്നില്ല. എന്നിട്ട് എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണത് എന്നുകൊണ്ട് ഡിസ്ചാർജ് കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് ഒന്നും ഇല്ല, ഞാൻ ഇവിടുത്തെ പേഷ്യന്റിനെ കാണാൻ വന്നാണ്, നിങ്ങൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വരുമൊന്നും വേണ്ട, പോകുന്നു വേണ്ട എന്നൊക്കെ കോമഡി ആയിട്ട് പറഞ്ഞാൽ പോലും ഇവർക്ക് യാതൊരു അനക്കവും ഇല്ല എന്ന് മാത്രമല്ല, കണ്ണിന്റെ ഇമ പോലും ഇങ്ങനെ മിടുക്കി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഭയങ്കര ടെൻഷനായി, എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയെന്ന്. ആ ഡോക്ടറിന് ടെൻഷനായി, എന്തെങ്കിലും ബി പി കൂടിയതായിരിക്കും. ബി പി നോക്കുമ്പോൾ 110 അങ്ങനെ എന്തോ ഉള്ളൂ. ബി പി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു, ബി പി കുഴപ്പമൊന്നുമില്ല, ബി പി ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ അവര് അപ്പോഴേക്കും 2 നേഴ്സുമാർ ഓടി വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ശരി നിങ്ങൾ ബെഡിൽ എടുത്ത് കിടത്താൻ പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ പൊത്തിപ്പൊടിച്ച് എത്തി, എങ്ങനെയൊക്കെയോ എല്ലാരും കൂടെ ബെഡിൽ പിടിച്ച് കിടത്തി. ആ ബെഡിൽ എല്ലാരും കൂടെ എടുത്ത് കിടത്താണ്. അപ്പൊ അവരുടെ ശരീരമല്ലേ എന്തായാലും ഇങ്ങനെ ഇതാവുന്നത്. അപ്പോഴെങ്കിലും ഒന്ന് അഭിനയിക്കുകയാണോ എന്ന് തോന്നുകയാണെങ്കിൽ, അവരായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും ഒന്ന് കണ്ണിങ്ങനെ ആക്കുക, അല്ലെങ്കിൽ മുഖം എന്തെങ്കിലും ഒരു വ്യത്യാസമില്ല. ഇത് അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ടായപ്പോൾ എല്ലാവർക്കും ടെൻഷൻ, എന്തായാലും അവരെ കനക്കൂല്ലല്ലോ എന്ന്. അപ്പൊ എല്ലാവരും വെള്ളം ഒന്ന് തെളിച്ച് നോക്കുക, വെള്ളം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കാൻ, നമ്മളാണെങ്കിൽ കണ്ണിങ്ങനെ ആക്കില്ലേ, അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്തായിരിക്കും ഇങ്ങനെ ചെയ്യാത്തത്, എന്താ എണിക്കാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം ടെൻഷനായിട്ട് ലാസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞു, ശ്വാസം ഉണ്ടാകുന്ന ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ശ്വാസമൊക്കെ ഉണ്ട്, വയറിലൊക്കെ നമ്മൾക്ക് തന്നെ അറിയുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും ശ്വാസം വിടുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോ ഇവർക്ക് എങ്ങനെ വിളിച്ചിട്ട് ഇവർ കണ്ണ് തുറക്കണ്ടേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, അരമണിക്കൂർ ആവാറായി, മണിക്കൂർ കഴിഞ്ഞു. ആ കുട്ടിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, കുട്ടി കരയണ പോലെ ഉണ്ട്, എന്താ ചെയ്യണമെന്ന് ആ കുട്ടിക്കും അറിയില്ല. അവിടെ നിന്ന് അവരുടെ ആ ബെഡിൽ കിടന്ന പേഷ്യന്റ് ആണെങ്കിൽ ഭയങ്കര കരച്ചിലായി, അയ്യോ എന്റെ കൂടെ കിടന്നിട്ടില്ല ഇങ്ങനെ ആയതെന്ന്. ശരിക്കും പറഞ്ഞു വെച്ചാൽ ജീവൻ പോയോ എന്ന് വരെ എനിക്ക് തോന്നി. ഞാൻ ടെൻഷനായി, കാരണം അതുപോലെയാണ് അവർ കാണിച്ചത്. അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിയുണ്ട്, ഇങ്ങോട്ട് തിരിയുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. വെള്ളം ഇങ്ങനെ തട്ടിയിട്ടാണെങ്കിലോ ഒന്നും അനങ്ങുന്നില്ല. പക്ഷെ ശ്വാസം വിടുന്നുണ്ടുള്ള ഒരു സമാധാനമുണ്ട്. പക്ഷെ എന്തോ അറ്റാക്ക് എന്തെങ്കിലും വന്നതായിരിക്കുമോ ഇങ്ങനെ വിടുന്നുണ്ട് എന്നുള്ളതിനെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ലാസ്റ്റ് മകൾ എന്ത് ചെയ്തെന്നറിയോ, അല്ല ആ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോ വിളിച്ചിട്ട് എണിക്കുന്നില്ലെങ്കിൽ ഇത് ആയുർവേദ ഹോസ്പിറ്റലല്ലേ, ഇവിടെ വേറെ ചികിത്സയൊന്നുമില്ല, എന്തായാലും ഇനി നിങ്ങളെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, ആംബുലൻസ് വരാൻ പറയാ, അല്ലാതെ വേറെ വഴിയില്ല, കാരണം എണിക്കണില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ആ കുട്ടി തന്നെ നോക്കണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ തൊടയില്ലേ അവിടെ പിടിച്ചൊരു നുള്ളു കൊടുത്തു എന്റെ അള്ളോ എന്ന് പറഞ്ഞിട്ട് ആ താത്ത എണീറ്റു, ആ കുട്ടിന്റെ അമ്മ എണീറ്റു. അപ്പോൾ എണീറ്റിട്ട് പിന്നെ അങ്ങനെ നാഗവല്ലിന്റെ സ്റ്റൈലിൽ ഇങ്ങനെ ഭയങ്കര അഭിനയൊക്കെയായിരുന്നു. അയ്യോ എന്താണ് എല്ലാവരും എന്റെ ചുറ്റും നിൽക്കുന്നത്, എന്ത് പറ്റി ഡോക്ടറെ, ചായ കുടിച്ചാ, അങ്ങനെ ഒരു ഭയങ്കര എന്തൊക്കെയോ ഒരു ഇത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി സംഭവം എന്താന്ന് വെച്ചാൽ, അവർക്ക് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോവണ്ട, അതിന് ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ള അഭിനയമായിരുന്നു അന്ന് അവരത് ചെയ്ത്. പക്ഷെ ഒരു മനുഷ്യന് ഇത്രയും നേരം അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഒരാൾക്ക് ഒരു കണ്ണിന്റെ ഇമ പോലും ചിമ്മാൻ ഇങ്ങനെ തുറക്കാതെ ഇളക്കാതെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ അന്ന് കണ്ടത്. ശരിക്കും പേടിച്ചു. പേടിച്ചെന്ന് മാത്രമല്ല, എന്തെങ്കിലും ആയിക്കഴിഞ്ഞു വെച്ചാൽ ആ കുട്ടിയുടെ എന്താ പറയാ അവസ്ഥ ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ആയി ആ കുട്ടി എന്ത് ചെയ്യും, അച്ഛനാണെങ്കിൽ ഭയങ്കര കുടിയും പ്രശ്നമൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ ഇവർക്ക് വീട്ടിൽ പോകണ്ട എന്നുള്ളതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇവര് വന്നിട്ട് ശരിക്കും ആ ഉമ്മ വന്നിട്ട് ഹിന്ദുവാണ്, മുസ്ലിം അല്ല. അതില് പിന്നെ മുസ്ലിമിലോട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാര് ഇവരെ കയറ്റുകയൊന്നും ചെയ്തിട്ടില്ല, ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഭർത്താവാണെന്ന് പറഞ്ഞാൽ പ്രേമിച്ച് കല്യാണമൊക്കെ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭർത്താവാണെങ്കിൽ എപ്പോഴും കുടിച്ച് പ്രശ്നവും വഴക്കും അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ആയത് കാരണം കൊണ്ട് തന്നെ അവർക്ക് വന്നിട്ട് അവിടെയുമായിട്ട് യാതൊരു സ്നേഹമോ ബന്ധങ്ങളോ ഭർത്താവിന്റെ വീട്ടുകാരോ ഇല്ല. അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് വന്നിട്ട് സ്നേഹിക്കാൻ ആരുമില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഈ ഒറ്റപ്പെടുക എന്ന് പറയുന്നില്ലേ, അത് എത്ര വേദനയാണ് എന്നുള്ളത് ഭയങ്കര വലിയ ഒരു പ്രശ്നമാണ്. പിന്നെ അതിനിടയിൽ ഇവരുടെ ഭർത്താവാണെന്ന് വെച്ചാൽ കുറച്ച് നാൾ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ പോയി എന്നൊക്കെയാണ്
ഇവർ പറയുന്നത്. അതിന് ആ പെൺകുട്ടി അത് വേറെ ആരുടെ ഒരു ചേച്ചിയുടെ പറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് അങ്ങനെ മെന്റലി പ്രശ്നം വന്നത്. മെന്റലി ശരിക്കും ഒരു 18 വയസ്സുള്ള ആളുകളുടെ ബുദ്ധി പോലും ആ അമ്മയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെയായിരുന്നു അവിടെ നിന്ന് വർത്താനം പറയുന്നത്. കുട്ടിയുടെ വർത്താനം പറയുന്ന പോലെ അങ്ങനെ എല്ലാവരോടും പോയിട്ട് വർത്താനം പറയാ, ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്ന പറഞ്ഞു വെച്ചാൽ എനിക്ക് വേണം പറയാ, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ കുട്ടി അവരുടെ മകള് വന്നിട്ട് ഇവരുടെ കയ്യിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് അറിയില്ല. വീട്ടിലാണ് വെച്ചാൽ അച്ഛൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കാരണം കൊണ്ട് ആ കുട്ടിക്ക്, എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ ഇഷ്ടമില്ലാത്തത് ആ അമ്മയ്ക്ക് ആ ഒരു ഓർമ്മ നന്നായിട്ടുണ്ട്. കാരണം എൻ്റെ മകളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ സുരക്ഷിതമായ ഒരു സ്ഥലമല്ല ഞാൻ പോകുന്ന എൻ്റെ വീട്. എൻ്റെ ഭർത്താവാണെങ്കിൽ എങ്ങനെയാണ് കുടിച്ചു വരുന്നതാണ്, ഏത് സമയം കുടിച്ചിട്ട് വരുന്ന ഒരാളാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അത് കാരണം കൊണ്ട് തന്നെ കാരണം സുരക്ഷിതമായിട്ട് ആ വീട്ടിൽ ഒരാളും ഇല്ല, നോക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ലാത്തത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞതും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന് അവർക്ക് തന്നെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി ഇവര് ചെയ്തത് അഭിനയമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല ഞങ്ങൾ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് പോവാണ്, ഞങ്ങൾ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവര് എൻ്റെ തൊട്ട ബെഡിലാണ് അവരുള്ളത്. എന്നിട്ട് അവിടെ വന്നിരുന്നപ്പോ ആ കുട്ടി ഉണ്ടല്ലോ, ആ അമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കുറെ നേരം നിന്നിട്ട്, കുഴപ്പമൊന്നുമില്ല ഉമ്മാക്ക്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കവിളിലൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട്, അപ്പൊ ഭയങ്കര ഒരു സ്നേഹം കണ്ടപ്പോ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ആരെന്താണ് എങ്ങനെയാണ് ഇവരോട് സമാധാനിപ്പിക്കുക ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും അറിയില്ല. കാരണം ആരില്ലാതില്ല, ഈ കുട്ടിക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് കൂടാതെ എന്താ പറയാ, ഇവരുടെ റിലേഷനിലെ ഒരു പയ്യനാണെന്നാ പറഞ്ഞത്. ഇപ്പോഴാണ് അറിയുന്നത് അത് റിലേഷനിലുള്ള പയ്യനൊന്നുമല്ല. ഈ കുട്ടിക്ക് പരിചയമുള്ളത് ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചതും അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പയ്യൻ ഇടയ്ക്ക് ഇങ്ങനെ വരും. വന്നിട്ട് ആ കുട്ടിക്ക് വേണ്ട ബിരിയാണിയോ അങ്ങനെയെല്ലാം വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവര് പറയുന്ന പോലെ ആ അച്ഛന് ഭയങ്കര കുടിയും പ്രശ്നമൊക്കെ ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്ക് വന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ട ഭക്ഷണം എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതാ മാങ്ങ ചക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണമുണ്ട്. ആ അച്ഛനെ കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരാളും ഹോസ്പിറ്റലിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ ഇവര് അങ്ങനെ പോകുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ മതി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും ആ അമ്മനോട് പോകണു, ഉമ്മ വെക്കണു, ആ കുട്ടീനോട് പോകണു, വർത്താനം പറയണു, കെട്ടിപ്പിടിക്കണു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സ്നേഹവും പരിഗണനയും അവർക്ക് ആ വീട്ടിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ വീട്ടിലേക്ക് പോകണ്ടെന്ന് ഇവർ പറയണതെന്ന് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് അന്ന് അത് കഴിഞ്ഞ് ആ ഉമ്മ നടന്നു പോയി. അപ്പം ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, നിനക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമാണോ ചോദിച്ചു. അപ്പം ആ കുട്ടി പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല ചേച്ചി, എനിക്ക് അവിടെ ആരുമില്ല, എന്നോട് വർത്താനം പറയാനോ ആരുമില്ല, ഭയങ്കര ബോറടിയാണ്, ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സുഖമില്ലാത്തൊരു ഉമ്മ, ആ ഉമ്മ എന്താണ് വർത്താനം പറയുന്നത് ഏതാണെന്നുള്ളത് അങ്ങനെ ഭയങ്കര പ്രശ്നമല്ലെങ്കിലും ഫുൾ ടൈം അങ്ങനെ ഒരു ചിന്തയുള്ള ഒരമ്മയാണത്. പിന്നെ ഈ മകളെന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു മകളാണ്. പക്ഷേ ഒരു സുഖമില്ലാതെ ഒരാളുടെ കൊടുത്ത് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും മെന്റലി പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ ഡിപ്രഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ആ കുട്ടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത. അമ്മൻ്റെ കൊടുത്താണെങ്കിലും ആ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു പേഷ്യൻ്റ് ഇരുന്ന മുസ്ലിം ഒരു താത്തയായിരുന്നു. അപ്പം അവർ പറഞ്ഞു, നേരത്തെ ഇവിടെ നിന്നവര് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അത്ര. അപ്പൊ ഇവര് ഡിസ്ചാർജ് ആകുമ്പോൾ അവരോട് വിളിക്കാനാ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, ആ കുട്ടി അവിടെ ജോലി ചെയ്യുക, ഇവര് ഒരു വീട് നല്ലത് നോക്കി വാടകയ്ക്ക് വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് അവിടെ പോയി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവര് ഏർപ്പാടാക്കി. അപ്പൊ ഇവര് ഡിസ്ചാർജ് ഇന്ന് എന്തായാലും പോകണമല്ലോ, ഡിസ്ചാർജ് എന്തായാലും കൊടുത്തു കഴിഞ്ഞു, ഇനി പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഡോക്ടർമാര് പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം 1 മാസം കഴിഞ്ഞു, 10-15 ദിവസം ഇനി ഇരിക്കേണ്ട ആളെ 1 മാസം ഇരുത്തിയത് ഞങ്ങൾ ചെയ്ത ഒരു വലിയൊരു ഇതാണ്, ഇനി ഇതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അവരാണെങ്കിൽ അവരെ വിളിച്ചു. ആദ്യം പറഞ്ഞില്ലേ അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരെ വിളിച്ചു. ഇവരുടെ ഭർത്താവിനോട് വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്നപോലെ വരാം, പക്ഷെ നിങ്ങൾ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അയാൾക്ക് കുടിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ഈ താത്തയും മകളും കൂടെ നേരത്തെ ഇവിടെ വന്ന അതും ഒരു പേഷ്യൻ്റ് ആയിട്ട് വന്നവര് തന്നെയാണ്, അവരെ പരിചയത്തിൽ ഇവര് തിരിച്ച് അവരുടെ കൂടെ പോയി. അങ്ങനെ അന്നത്തെ ദിവസം സംഭവങ്ങളെല്ലാം പോയി. ഞാൻ വൈകിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയി പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, കാരണം പോകാൻ താല്പര്യമില്ല, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അങ്ങനെ പെട്ടെന്ന് ആ കുട്ടി പോയപ്പോൾ
ശരിക്കും ഒരു പൂമ്പാറ്റ പോലെ പാറി നടന്ന് എല്ലാരെയും ഇങ്ങനെ തേൻ കുടിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാവരോടും പോയി സ്നേഹം കാണിച്ച ഒരു പെൺകുട്ടി പെട്ടെന്ന് അവിടെ ഇല്ലാതെ. ഇപ്പം അവിടെ ഒരു വലിയൊരു കുറവ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ ഒരു കുറവ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ വൈകുന്നേരം വീണ്ടും പോയി. അപ്പോൾ ഇന്നാണ് അമ്മയ്ക്ക് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ ആ താത്താനോട് ഞാൻ ചോദിച്ചു, എന്തായി, അവര് വിളിച്ചോ, അവരെങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ ആ ഒരു അവസ്ഥ കേട്ടപ്പോ ശരിക്കും ഭയങ്കര സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണം വിചാരിച്ചത്. കാരണം അവർക്കുണ്ടല്ലോ ഈ ഒറ്റപ്പെടല് എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമാണ്. ഒരു വലിയ ദുരന്തമാണ്, നമ്മളെല്ലാവരും ഒരു മിനിറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റപ്പെടല് അനുഭവിക്കാത്ത ഒരാൾ പോലും ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾക്ക് ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവര് ഒരുപാട് പേരുണ്ട്. മക്കളും എന്താ പറയാ, ചിലപ്പോൾ മരുമക്കളൊക്കെ ആയവര്, ഭർത്താവ്, എല്ലാവരും ഉള്ളവരാണെങ്കിൽ പോലും അധികവും കൂടുതലായിട്ട് ഒറ്റപ്പെടുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അതുപോലെ ഒരു ഒറ്റപ്പെടല് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കുട്ടിയും ആ അമ്മയും അനുഭവിക്കുന്നത്. അങ്ങനെ ആ കുട്ടി പോയി എത്തിപ്പെട്ട ഒരു സ്ഥലം എന്താന്ന് വെച്ചാൽ, അവർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അവര് അന്വേഷിച്ചു. കാരണം ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നു, 18 വയസ്സ് പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി, കാണാൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും ഒരു സുഖമില്ലാത്ത ഒരു അമ്മയുമാണ്. ആ അമ്മനെ ഈ പെൺകുട്ടിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമേ അല്ല. കാരണം ഇന്ന് നമ്മുടെ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്ത് അത്രയും ഒരു തങ്കക്കുടം പോലെ ഒരു പെൺകുട്ടി വരില്ലേ, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിനെ ആര് സംരക്ഷിക്കും, എവിടെ സംരക്ഷിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉണ്ടായിരുന്ന വേറൊരു ഉമ്മനെയും കൂടെ അവരിൽ നിന്ന് ഫോൺ ചെയ്ത് അവർ സംസാരിച്ച് പരിചയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉമ്മാനോട് വിളിച്ചപ്പോൾ അവര് പറഞ്ഞു, ഒരു വക്കീല് പറഞ്ഞു, ശരി, അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാത്തല്ലേ, അപ്പൊ ആ സുഖമില്ലാത്ത അമ്മനെ നമ്മൾക്ക് ജുവലി ഹോമിൽ ഏൽപ്പിക്കാം, അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മകളുടെ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ഒരു വക്കീലാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം, കുട്ടി നന്നായി പഠിക്കുന്നതിനും കൂടെ തന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ കുട്ടിനെയും അമ്മനെയും കൂടെ അവര് കൊണ്ടുപോയി, വക്കീലിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവരെ കൊണ്ടുപോയിട്ട് കൗൺസിലിങ്ങിന് നിർത്തുമല്ലോ. അങ്ങനെ നിർത്തിയപ്പം ഈ കുട്ടിയാണെന്ന് വെച്ചാൽ ഈ അമ്മനോട് മാറി ഇതുവരെ താമസിച്ചോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അമ്മനെ മാറ്റി താമസിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ ഉമ്മാന്റെ കൂടെ തന്നെ, ഞാൻ വേറെ എവിടെയും നിൽക്കില്ല, ഉമ്മാന്റെ കൂടെ നിൽക്കുള്ളൂ, ഉമ്മാനെ അങ്ങനെ തനിയെ എവിടെയും വിടാൻ പറ്റില്ല, നീ പോണ്ട, ഉമ്മ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം, കരച്ചില്, അങ്ങനെ ഭയങ്കര, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പോവാണ്, ഞാൻ അത്താൻ്റെ കൂടെ പൊക്കോളാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നോളാം, ഞങ്ങൾ പോവാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാശിയും ഭയങ്കര വഴക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവര് പറഞ്ഞു, ഇല്ല, എന്തായാലും നിങ്ങൾ വന്ന വക്കീലാണല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് വഴിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല, ഇവര് തിരിച്ച് അവിടെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ല എന്ന് അവർ തന്നെ പറയുകയും ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും വിടാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ജുവൽ ഹോമിൽ തന്നെ അമ്മനെ ആക്കണം, കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ ഞാൻ എന്തായാലും സഹായിക്കും, നല്ലൊരു കോളേജിലേക്ക് ചേർത്ത് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. ആദ്യം അതിനു മുമ്പ് ഈ കുട്ടിനെയും കൂടെ കൗൺസിലിങ്ങിന് ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് വക്കീലിന് തന്നെ തോന്നി. കാരണം ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി. അങ്ങനെ രണ്ടുപേരെയും, അമ്മയും മകളെയും കൗൺസിലിങ്ങിന് ഇരുത്തി. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു വലിയ ഒരു സംഭവം അറിഞ്ഞത്. എന്താന്ന് വെച്ചാല്, ഈ അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഫുൾ ടൈം ഈ അമ്മന്റെ ഈ ചിന്തയും, ആരെങ്കിലും എന്താ പറയാ, നല്ലൊരു കുട്ടിയായതിനെ കൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ചിന്തയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ചിന്തയായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയില്ല, കുട്ടിയുടെ മനസ്സ് ഏത് സമയത്ത് കൈവിട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ അമ്മയ്ക്കുള്ളത് പോലെ തന്നെ ഒരു മെന്റൽ പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് അന്ന് ആ കൗൺസിലിങ്ങിൽ ഇരുത്തിയപ്പോൾ ആ ഡോക്ടർ ഒരു എന്താ പറയുക, അത്ഭുതത്തോടെ തന്നെ പറഞ്ഞെന്ന്, ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ കുട്ടിനെ കണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി നമ്മൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുള്ളൂ, അത് അത്ര സമയം പറയുള്ളൂ. പക്ഷെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, ഇങ്ങനെ പിടിച്ചിങ്ങനെ വർത്താനം പറയും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ആരോടും മനസ്സ് തുറന്ന് വർത്താനം പറയണത് കണ്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളത് കൊണ്ട് ഡിപ്രഷനിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇപ്പോൾ വന്നിട്ട് അവർ പറഞ്ഞു, രണ്ടുപേരും ഒരേപോലെ ട്രീറ്റ്മെന്റ് ചെയ്യണം, കാരണം നല്ല കറക്റ്റായിട്ടുള്ള പ്രായം കൂടിയാണ് ആ കുട്ടിക്ക്, അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് ഫോണ് കൊടുത്തിട്ടില്ല. അമ്മനെ വേറൊരു ആ ജുവൽ ഹോമിൽ തന്നെ അമ്മയും മോളെയും ആക്കിയിട്ടുണ്ട്. പക്ഷെ ഫോൺ കൊടുത്തിട്ടില്ല ആ കുട്ടിക്ക്. ഫോൺ ആ കുട്ടിൻ്റെ ഏറ്റവും വലിയ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഫോണും ഒന്ന് അമ്മയുമാണ്.
ജീവിതത്തിൽ രണ്ടുപേരും മാത്രമാണ് എപ്പോഴും കൂടെ ഉള്ളത്. പിന്നെ ആ അച്ഛൻ വല്ലപ്പോഴും വന്ന് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫോൺ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ആ കുട്ടിക്ക്. കാരണം ഏതോ ഒരു പയ്യനെ കൊണ്ട് വർത്താനം പറയുന്ന ഇടയ്ക്ക് വരും, വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതല്ലോ. ചിലപ്പോൾ അതൊരു കളിക്കൂട്ടുകാരനായിരിക്കും, പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര ആ കുട്ടിക്ക് ഒരു ഇതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഫോൺ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഭയങ്കര ബഹളമായി, പ്രശ്നമായി. ഇപ്പൊ രണ്ടുപേരിനും അങ്ങനെ ഒരു ജുവൽ ഹോമിലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര ദുഃഖം തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം ഒറ്റപ്പെടൽ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയെ കുട്ടിക്ക് വന്നിരിക്കുന്നത്. സ്നേഹിക്കാൻ ആളില്ലാത്തത്, സ്നേഹിക്കപ്പെടാൻ ആളില്ലാത്തത്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ദുഃഖത്തിലാണ് ഇപ്പൊ അവര് ആ വഴിയിലൂടെ പോയി അവിടെ എത്തിയതെന്ന്. ഇപ്പോൾ ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ആള് ഇപ്പൊ പറഞ്ഞത് വന്നിട്ട് ഇല്ലാത്ത രൂപങ്ങൾ കാണുക. പ്രേതമുണ്ട് അവിടെ, അവിടെ പ്രേതമുണ്ട്, അവിടെ അങ്ങനെയുണ്ട്, അവിടെ ഇങ്ങനെയുണ്ട് എന്ന് പറയാം. അവിടെ പോയിട്ട് നിലത്ത് ബ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ കുട്ടിക്ക് തന്നെ തോന്നുക, അയ്യോ ഞാൻ അവിടെ ഇരിക്കില്ല, അവിടെ നിറയെ ബ്ലഡാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ഇങ്ങനെ കൗൺസിലിങ്ങിന് പോയത്. അങ്ങനെ പോയപ്പോൾ ഈ കുട്ടിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു കുട്ടിക്ക് ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയിട്ടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു മനസ്സ് കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് എക്സാം എഴുതിയാൽ മാത്രമല്ല ഇത്രയും മാർക്കോടുകൂടിയൊക്കെ ജയിക്കുക. പക്ഷെ ആ കുട്ടി നല്ല മാർക്കോട് കൂടി തന്നെയാണ് ജയിച്ചത്. ചിലപ്പോൾ എന്താ പറയുക, അടുത്തായിട്ട് ഈ അമ്മയുടെ ഈ സാഹചര്യം കണ്ടിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ആയതാണോ എന്നറിയില്ല. എന്നാലും ഒരു വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ആ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഈ ചെറിയ ഒരു പ്രശ്നം വേഗം ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ കറക്റ്റ് പ്രായമാണ്, കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതമായിട്ട് പോകേണ്ട കുട്ടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ ആരും അങ്ങനെ വലിയതായിട്ട് അത് എടുക്കാതെ കല്യാണം കഴിച്ച് പോകും. പിന്നെ കുട്ടിയെ കാണാൻ നല്ലതുള്ളത് കൊണ്ട് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോവായിരിക്കും. ചിലപ്പോൾ ആ കുട്ടിക്ക് ചെറിയ ഒരു പ്രശ്നത്തിന് കൊണ്ടായി അവിടെ ആക്കിയിട്ട് ആരുമില്ല, അല്ലേലേ ഒറ്റയാണെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. മുഴുവൻ ഒരു ഭ്രാന്തിയായിട്ട് മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ആ കുട്ടിനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നൊന്നുമില്ല. അപ്പോൾ നല്ലൊരു സ്നേഹവും നല്ല സംരക്ഷണവും കൊടുക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ എന്താ പറയുക, പാറി നടക്കണ ഒരു പ്രായമാണ്. അങ്ങനെ ആ ഒരു ഇതിൽ എവിടെയോ അടച്ചിടാതെ അങ്ങനെ ഒരു ഇതിലേക്ക് വിടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് മനസ്സ് വേഗം ശരിയാവും. അമ്മയ്ക്ക് ആരുമില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ആയി പോകുമെന്നുള്ള ടെൻഷനാണോ ആ കുട്ടിക്ക് ഇങ്ങനെ ആയതെന്ന് അറിയില്ല. എന്തായാലും അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പോൾ ഈ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് എത്ര വലിയ ദുരന്തമാണ് എന്നുള്ളത് വിശ്വസിക്കില്ല. ശരിക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു മെൻ്റലി പ്രശ്നമുള്ള കുട്ടിയാണെന്നുള്ളത് ആരും വിശ്വസിക്കില്ല. അത്രയും കറക്റ്റ് രാവിലെ എണീക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, എന്താ പറയുക അമ്മേൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു നല്ലൊരു കുട്ടി. നല്ല ശരിക്കും കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമ്മളിങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കും എന്ന് പറയില്ല, അതുപോലൊരു കുട്ടി. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹിക്കാൻ ഇവിടെ അതായത് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ആ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, അവർക്ക് സ്നേഹിക്കാൻ ആളില്ല. തിരിച്ച് സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും അവർക്ക് ആരും ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. ഇഷ്ടപ്പെടുന്നത് ഭയങ്കര വേദനയാണ്. അത് ആ ഒരു കുട്ടിയുടെ നിന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എല്ലാവരും പ്രാർത്ഥിക്കണം ഒന്നും ഇല്ലാതിരിക്കട്ടെ, ആ കുട്ടി ഒരു നല്ല സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തട്ടെ എന്ന്.